കർത്താവ് പറഞ്ഞു, നീ കുരുടനാണ്, നീ നഗ്നനാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഇത് നീ അറിയാതിരിക്കുന്നു. ഇങ്ങനെ നീ ഇരിക്കുന്ന ഒരവസ്ഥയിൽ കർത്താവ് അവർക്ക് ഒരു ബുദ്ധിോപദേശം കൊടുക്കുകയാണ്. വെളിപ്പാട് 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം അവിടെ പറയുന്നു, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വലിയ സമ്പന്നനല്ലേ, അതുകൊണ്ട് നിനക്ക് ഇതെല്ലാം ഉണ്ടെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇന്ന കാര്യം നിനക്കില്ല. അപ്പൊ അത് നീ വാങ്ങണം. എവിടെ നിന്ന് വാങ്ങണം? എന്നിൽ നിന്ന് വാങ്ങണം. എന്ത് ചെയ്യണം? നീ വില കൊടുക്കണം. വില കൊടുത്ത് നീ അത് വാങ്ങണം എന്ന് പറയുക. അപ്പൊ ക്രൈസ്തവ സഭയ്ക്കുള്ള സന്ദേശം ഇതാണ്. എല്ലാം ഉണ്ട് ഭൗതിക തലത്തിൽ എന്ന് പറഞ്ഞ് ആൾക്കാരെ ഭൗതികവൽക്കരിച്ച് മോഹിപ്പിച്ച് വെറും ഒരു സമൃദ്ധി എന്ന് പറഞ്ഞ് അതിലേക്ക് മനുഷ്യനെ തള്ളിയിട്ടുകൊണ്ട് കടന്നു പോകുന്ന വ്യക്തികള് അവർ ഇന്ന അവസ്ഥ ഇരിക്കുകയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ എല്ലാം ഉണ്ടെന്ന് ഭൗതിക തലത്തിൽ അതിനുവേണ്ടി മോഹിച്ചും ദാഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന നിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതൊന്നും അല്ല ശരിയായ ഒരു അവസ്ഥ. നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം.